ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം ഇതേ ദിവസമായിരുന്നുവല്ലോ ബ്രഹ്മയുഗം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ മാർച്ച് 15-ാം തീയതി ഇന്ന് സിനിമ സോണി ലിവ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്ത് കൂടുതൽ പ്രേക്ഷകരിലേക്ക്, പ്രത്യേകിച്ച് അന്യനാടുകളിലെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയെ പ്രധാന റോളിലെത്തിച്ച രാഹുൽ സദാശിവൻ ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം എന്ന സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴും പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു നേരിടുത്തത്. ഇപ്പോഴത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഹൊറർ ത്രില്ലർ സിനിമ OTTയിലൂടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടുമ്പോൾ സിനിമയിലെ ഓരോ രംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു പോലും മികച്ച അഭിപ്രായങ്ങളൊപ്പം തന്നെ മികച്ച അഭിനയ പ്രകടനം തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം നേടിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളിൽ നിന്നും OTTയിലേക്ക് എത്തപ്പെട്ടതോടെ സിനിമ ഇനി ഏതെല്ലാം അവാർഡുകൾ നേടിയെടുക്കും, എത്രത്തോളം പ്രശംസ നേടിയെടുക്കും എന്നൊക്കെയാണ് ആരാധകർ ഉൾപ്പെടെയുള്ള മമ്മൂട്ടിയുടെ സിനിമാ പ്രേമികളെല്ലാം തന്നെ, അതല്ലെങ്കിൽ മലയാള സിനിമാ പ്രേമികളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ വർഷത്തിലെ സ്റ്റേറ്റ് അവാർഡിന് പിന്നാലെ വീണ്ടും ഒരു സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടിയെ തേടിയെത്താനുള്ള ബ്രഹ്മയുഗം എന്ന സിനിമയുടെ പേരിൽ എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്നാണ് സിനിമാ നിരൂപകരുടെ വിലയിരുത്തൽ. എന്തായാലും കേരള സ്റ്റേറ്റ് അവാർഡ് ലഭ്യമാക്കാനായിട്ട് ഇതിനോടൊപ്പം തന്നെ വലിയ പ്രയാസമൊന്നും തന്നെയില്ല. അതേസമയം നമ്മുടെ നാഷണൽ അവാർഡ്, ഇന്ത്യൻ നാഷണൽ അവാർഡ് സിനിമ നേടിയെടുക്കുമോ എന്നാണ് കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ആ നാഷണൽ അവാർഡ് അങ്ങോട്ട് കൊടുത്തേക്ക് മോദിജി തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. മോളിവുഡിലെ പല താരങ്ങളെയും രാഷ്ട്രീയത്തിന്റെ പേരിലെല്ലാം തന്നെ നാഷണൽ അവാർഡിൽ പല വർഷങ്ങളിലായിട്ട് നാം തഴയുന്നൊരു കാഴ്ചയാണ് കാണാറുള്ളത്. ഇത്തവണ തടഞ്ഞില്ല എങ്കിൽ ഉറപ്പായിട്ടും മമ്മൂട്ടി നാഷണൽ അവാർഡ് നേടിയെടുക്കും തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് കൂടുതൽ പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിക്ക് മാത്രമല്ല, മമ്മൂട്ടിയോടൊപ്പം തന്നെ സിനിമയിൽ ഒരുപാട് പ്രശംസ സിദ്ധാർത്ഥ ഭരതന്റെ കഥാപാത്രമെല്ലാം തന്നെ നേടിയെടുക്കുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥ ഭരതന് കേരള സ്റ്റേറ്റ് അവാർഡിലും സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. 2024 ഈ വർഷമാണ് ബ്രഹ്മയുഗം തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിലും സിനിമ കഴിഞ്ഞ വർഷം 2023 സെൻസർ ചെയ്യപ്പെട്ടതെങ്കിൽ 2025 അടുത്ത വർഷം പ്രഖ്യാപിക്കുന്ന നാഷണൽ അവാർഡിലായിരിക്കും സിനിമയുടെ പേര് നോമിനേഷനിൽ ഉണ്ടാകുക. അതേസമയം ഈ വർഷം 2024 ബ്രഹ്മയുഗം സെൻസർ ചെയ്യപ്പെട്ടതെങ്കിൽ 2026 വർഷത്തിലെ നോമിനേഷൻ ലിസ്റ്റിലായിരിക്കും ബ്രഹ്മയുഗം ഉണ്ടാകുക. എന്തായാലും കാത്തിരിക്കൂ ഭാവിയിൽ സിനിമയെ തീരെത്താനായിട്ടിരിക്കുന്ന അവാർഡുകളുടെ റിപ്പോർട്ടുകൾ കേട്ട്. ഒപ്പം സിനിമ കണ്ട നിങ്ങൾ പ്രേക്ഷകർക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.